ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുമാണ്. പാടിയിരിക്കുന്നത് ഹരി ശിവരാമകൃഷ്ണനാണ്. ഏറ്റവും മനോഹരമായിട്ട് ശ്രീജിത്ത് അച്യുതനായ നമ്മുടെയൊക്കെ ശ്രീജിത്തേട്ടൻ അത് ഭംഗിയായിട്ട് എഴുതി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ടെന്ന് തെളിയിച്ച ഒരു ആൽബമാണിത്. വളരെ മികച്ച ഒരു വിഷ്വലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ലൊരു ഫീലായിരുന്നു. ആ ഷോർട്ട് മൂവി കഴിഞ്ഞപ്പം മറ്റേ ആ ഫീലേ മാറി വേറൊരു ഇതിലോട്ട് എത്തി. നല്ലൊരു മെസ്സേജും കൂടിയായിരുന്നു. എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ അഭിനയിച്ച രജീഷ് അല്ലെ, വളരെ ഗംഭീര. എനിക്ക് ചില സ്ഥലത്തൊക്കെ വിജയ് സേതുപതിയെ പിന്നെ ആ ആൽബത്തിൽ ചെയ്ത ആളേ അല്ലായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ചെയ്ത നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഷോർട്ട് മൂവിയിൽ ചെയ്ത മറ്റേ ഓപ്പോസിറ്റ് ചെയ്ത ഹരി ഷോർട്ട് മൂവിയില് രാകേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫീലൊക്കെ ഉണ്ടല്ലോ, അനുഭവിക്കുന്ന പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. എന്റെ എല്ലാവിധ ആശംസകളും. നല്ല നല്ല സിനിമകൾ തന്നെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ ശ്രീജിത്തേട്ടന് നമ്മുടെ സഖി നീലാംബരിയുടെ മനോഹരമായ വരികൾ എഴുതിയ ശ്രീജിത്ത് അച്യുതൻ നായർ, സംവിധായകൻ ആഫ്റ്റർമീ അനു അടൂർ. നല്ലൊരു നല്ലൊരു ക്രിയേറ്റിവിറ്റി ചെയ്തു മൊമെന്റ് ആണ് നമ്മളിനി കൊടുക്കേണ്ടത്. വിത്ത് ഓൾ ദി റെസ്പെക്ട്, അനു അടൂർ. മനോഹരമായ ഒരു സ്വപ്നം പോലെ നമ്മളെല്ലാവരും സഖി നീലാംബരി കണ്ടു. അതിനുശേഷം ആഫ്റ്റർമീ എന്ന ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടു. വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ രണ്ട് പരിപാടികളും വളരെ മനോഹരമായിരുന്നു. ഇതിലെ ഓരോരുത്തർക്കും വളരെ വലിയൊരു ഭാവിയുണ്ട്. അത് അവരുടെ അഭിനയത്തിൽ നിന്നും മനസ്സിലായതാണ്. അതിന്റെ ഓരോ ഒരുക്കങ്ങളിൽ നിന്നും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിന്റെ ഒരു സന്തോഷം എല്ലാവരോടും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് ലഡു, അതേപോലെ തീവണ്ടി, അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ DOP അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്നിരിക്കുന്ന സമയത്താണ് ഇവിടേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. ഞങ്ങൾ അവനെ വിട്ടില്ല, ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ്. ഇന്നിപ്പോ ഇത് കണ്ടപ്പോൾ ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. ദ റീസൺ, ഇന്ന് ഇവിടെ വരുന്നത് കൊണ്ട് എനിക്കൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അബുദാബി എന്നുള്ളത്. ഞാനൊരു കൗൺസിലറായിട്ട് നിന്നിട്ട് എൻ്റെ ഒരു കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ആൺകുട്ടികളാണ് ഫിസിക്കലി അസോൾട്ടഡ്. അത് പല രീതിയിലായിരിക്കും. അത് റിലേറ്റീവ്സ് ആയിരിക്കും, അത് വല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മൂവിയിൽ കണ്ട ഒരു സീൻ പോലെ, അതായത് ആ വില്ലന് അദ്ദേഹത്തിന് സംഭവിച്ചൊരു മ്യൂസിക് ആൽബം. ഓ മൈ ഗോഡ്, എത്ര നല്ല മ്യൂസിക് ആയിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി ആ പെൺകുട്ടിയും നല്ല സുന്ദരിയായിരുന്നു. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവൾ പാകിസ്ഥാനിയാണ്. സോ അവളോട് ഞാൻ ഓരോ സീൻസും പറയാൻ, സി ദിസ് ഈസ് കേരള, സോ ദിസ് ഈസ് വാട്ട് വി മാരേജ്. പിന്നെ ഇമ്മീഡിയറ്റ്ലി ഇതിലൊരു ഷിഫ്റ്റ് വന്നപ്പോൾ ഞാൻ ആ രാവിലത്തെ കൗൺസിലിങ്ങിലോട്ടും പോയി. എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ ഗോ ത്രൂ ചെയ്യുമായിരുന്നു. ആ കുട്ടി നന്നായിട്ട് ചെയ്തു, ആ മോനോടൊന്ന് പറയണം. ആൻഡ് അതുലാനന്ദ് ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇവിടെ ഇല്ല. ആള് നാട്ടിൽ മറ്റൊരു പാട്ടിന്റെ റെക്കോർഡിങ്ങിനായിട്ട് പോയിക്കാണ്. അതുലിന്റെ സാന്നിധ്യം ഞങ്ങൾ വളരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കലാവിപ്ലവം, പ്രണയം പോലുള്ള സിനിമകൾ, ഇപ്പം 3 സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ഈ ഷോർട്ട് മൂവിയുടെ മ്യൂസിക് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ സഖി നീലാംബരി മ്യൂസിക് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. അതേപോലെ മനു പറവൂർക്കാരൻ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല, നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇടം വലം വിരിഞ്ഞ ചങ്ങല എന്ന് പറയുന്നൊരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് എഴുതിയ വിദ്വാനാണ് ഇരിക്കുന്നത്. ഇടം വലം വരിഞ്ഞ ചങ്ങല അറുത്തെടുത്തുയർത്തി ചെങ്കൊടി ചുവന്ന മണ്ണിൽ നിന്നുയർന്നിതായിത പുതുതാര വിപ്ലവസ്വരം കനലാളണം കരങ്ങളിൽ ചുടുനാടിയിൽ തേരോടണം
അരിവാളിനാൽ കൊയ്ത കതിരുകൾ പതറാതെ വിണ്ണിലേക്കുയർത്തണം. ആൽവിൻ സാറിനെ ഓൾറെഡി നമ്മൾ കണ്ട് തമ്പുരാനായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ അവതരിപ്പിച്ച സാറ് ഒരു വലിയ കലാകാരനാണ്. ഒരുപാട് മുമ്പോട്ട് വരണം സിനിമയിൽ നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൽവിൻ സാറ്. വിജയകുമാർ മേലില അദ്ദേഹമാണ് നമ്മുടെ ബാക്ക് ബോൺ ആണ്. എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും കൈതങ്ങൾ കൂടെ നിൽക്കുന്ന വിജയകുമാറായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കളറിസ്റ്റും ഡിസൈനറും ഉണ്ട് അല്ലെ, ഡെയ്സും റിസ്വാനും. ഇതാണ് സഖി നീല. പിന്നെ ഷർജയെ പരിചയപ്പെട്ട നിങ്ങൾ എല്ലാവരും അല്ലെ, നമ്മുടെ ഇതിലെ ആക്ട്രസ് ആണ്. ഒപ്പം വിഷൻ 360യുടെ ഒരു പെൺ ശക്തിയാണ് ഷർജ. ആദ്യം ചെയ്ത സഖി എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഒരു ഫീൽ നമ്മളെ മനസ്സിലുണ്ടായിട്ട് ആ ഒരു പ്രണയത്തിന്റെ ഇതിൽ നിന്നും പെട്ടെന്ന് നമ്മളെ മൊത്തത്തിൽ മാറ്റിയിട്ട് വേറൊരു സൈക്കോ മൂഡിലേക്ക് നമ്മളെല്ലാവരും, ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഞാൻ തന്നെ സ്ക്രീനിലേക്ക് നോക്കുന്നതിന് പകരം താഴേക്ക് നോക്കിയിരുന്നു. അങ്ങനെ നോക്കേണ്ട അവസ്ഥയിലേക്ക് ആ സാധനം അഭിനയിക്കാനും അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനും ഒരു ടീമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കയ്യടി. കാരണമാണ് എനിക്ക് സാർ ഇങ്ങനെ അഭിനയിക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ AfterMeയുടെ സംവിധായകൻ താങ്കളായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി അടുത്ത സിനിമ എപ്പോഴാണ്, എങ്ങനെയാണ് അതിന്റെ പ്ലാന്, അതിന് എപ്പോഴാണ് എന്റെ ഡേറ്റ് വേണ്ടത്? ഞാനും പ്രതീക്ഷയായിട്ടുള്ള കാഷ്വൽ ടോക്കിന്റെ വന്ന ചെറിയൊരു കഥയാണ്. അപ്പം ഈ ഒരു ക്യാരക്ടറായിട്ട് പുള്ളിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ഇത് വരും എന്നുള്ളത്. അപ്പം അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ഷോർട്ട് ഫിലിമിന് ആവശ്യമായിട്ടുള്ള സമയപരിധിയിൽ നിന്നുകൊണ്ട് അത് തയ്യാറാക്കി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. അത് നിങ്ങളാണ് ഇനിയും വിലയിരുത്തേണ്ടുന്നത്. അപ്പോൾ കലയും സിനിമയോടുള്ള ഇഷ്ടവും മനസ്സിലുള്ളിടത്തോളം കാലം ഇതിലും നല്ല പ്രൊജക്റ്റുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ഫസ്റ്റ് സഖി നീലാംബരിയുടെ കാര്യം പറയാം. ദേവാമൃതം അതുണ്ടെന്ന രസം ഒന്ന് നാവിലലിയും വെണ്ണിലാവ് പൊലിയുന്ന വെണ്ണിലെ ഭംഗി ഒന്ന് കാണാൻ. ആ എഴുത്ത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ പോലും എനിക്ക് അത്രയും നന്നായിട്ട് എഴുതുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, രാജേഷും രജീഷും അവര് മത്സരിച്ച് അഭിനയിച്ചു എന്ന് തന്നെ പറയണം. കാര്യം രണ്ടുപേരുടെയും തട്ട് ഒന്ന് താഴോട്ടോ ഒന്ന് മുകളിലോട്ടോ പോയിട്ടില്ല, കട്ടക്ക് നിന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരും പറയാൻ മടിക്കുന്ന ഒരു സ്റ്റോറി വളരെ അനായാസം തന്നെ കൈകാര്യം ചെയ്തു. എല്ലാവരും പറയാം. സഖി നീലാംബരി സൂപ്പർ. ഞാനൊരു ആസ്വാദകനാണ്, ചെറുതായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിരുന്നത്. ഒരു നല്ലൊരു കൈയടി. ആഫ്റ്റർ മീ എന്ന് പറയുന്ന ഒരു സിനിമ അത് വേറെ ലെവലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഞാൻ സഖി നീലാംബരിയില് കവനതടത്തിൽ ഒരു മോഹൻലാലിനെ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോ ആഫ്റ്റർ മീയിൽ വരുമ്പോഴത്തേക്കും നേരത്തെ രമ്യ പറഞ്ഞ പോലെ വിജയ് സേതുപതിയിലേക്ക് വരുന്നത് പോകും മേഘം കാണുമേ വിഴ കാണുമേ വാനമേ ഇടയനില ഒഴുകിറതേ இதயம் வரை நனைகிறதே.